നമസ്കാരം. മലനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതോതിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്നതായി ആരോപണം. റാന്നിയിൽ കരിഞ്ചന്ത വ്യാപകം. മലനാട് എക്സ്ക്ലൂസീവ്. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ മൂല്യബോധത്തിന്റെ പ്രചാരകരാകാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണമെന്ന് കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത. ചെമ്പൻമുടി, ആറന്മുള വിമാനത്താവളം എന്നിവ സാമൂഹിക പരിസ്ഥിതിക പ്രശ്നം പശ്ചാത്തലമാക്കി റാന്നിയിൽ ചിത്രരചന നടത്തി. ഓർത്തഡോക്സ് പരിസ്ഥിതി കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. റാന്നി പഞ്ചായത്തിലെ തെക്കേപ്പുറം വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം സജീവമാകുന്നു. LDF, UDF മുന്നണികൾ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. ഞാൻ മധു പുതുമന. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതോതിൽ കരിഞ്ചന്തയിൽ മറിച്ചു വിൽക്കുന്നതായ ആക്ഷേപം. മലനാട് എക്സ്ക്ലൂസീവ്. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി പത്തനംതിട്ട ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതുകയ്ക്ക് കരിഞ്ചന്തയിൽ വിറ്റഴിക്കപ്പെടുന്നതായി ആരോപണം. റാന്നി വെച്ചുച്ചിറ സ്വദേശി അനീഷ് ആന്റണിക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലൂടെയാണ് അഴിമതി സമ്പൂർണ്ണമായി വ്യക്തമായത്. പത്തനംതിട്ട ജില്ലയിൽ 3,33,107 റേഷൻ കാർഡുകളുണ്ടെന്നാണ് കണക്ക്. ഇതിൽ 42,620 ഉപഭോക്താക്കളുടെ വീടുകൾ വൈദ്യുതീകരിച്ചിട്ടില്ലെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കണക്ക് വസ്തുതയ്ക്ക് നിരക്കുന്നതല്ലെന്നാണ് ആക്ഷേപം. റാന്നി സ്വദേശി പ്രസാദ് കുഴിക്കാല മലനാട് ന്യൂസിനോട്. പത്തനംതിട്ട ജില്ലയിലെ 3,33,107 കാർഡ് ഉടമകൾ ഉള്ളപ്പോൾ അതിൽ കറണ്ടില്ലാത്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ കാർഡ് ഉടമകളായി കാർഡ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന 42,620 കാർഡുകളാണ് പത്തനംതിട്ട ജില്ലയിലായി 4 ലിറ്റർ മണ്ണെണ്ണ കിട്ടുന്ന കാർഡുകളായിട്ടുള്ളത്. ഈ 4 ലിറ്റർ മണ്ണെണ്ണ സബ്സിഡി റേറ്റിൽ കിട്ടുമ്പോൾ റാന്നി പോണക്കുള്ള നിയോജക മണ്ഡലങ്ങൾ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലങ്ങൾ ആണ് എന്നാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ആ സമ്പൂർണ്ണ വൈദ്യുതീകരണ നിയോജക മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു 2%, 3% ആളുകൾക്ക് മാത്രമാണ് ഇന്ന് കറണ്ട് ഇല്ലാതുള്ളത്. അതിന് 14,000 കാർഡുകളാണ് റാന്നി നിയോജക മണ്ഡലത്തിൽ കാർഡുകളായിട്ടുള്ളത്. 14,000 കാർഡുകൾക്ക് 4 ലിറ്റർ മണ്ണെണ്ണ വെച്ച് ഇവിടെ ശേഖരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് ഒരു മാസം 50,000 ലിറ്റർ മണ്ണെണ്ണ റാന്നിയിൽ മാത്രം കരിഞ്ചന്തയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. റാന്നി നിയോജക മണ്ഡലം സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചെന്ന പ്രഖ്യാപനമുണ്ടായിട്ട് വർഷങ്ങളായി. എന്നാൽ മണ്ഡലത്തിലുള്ള 55,337 റേഷൻ ഉപഭോക്താക്കളിൽ 12,337 പേരുടെ വീടുകൾ വൈദ്യുതീകരിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. ഇങ്ങനെ ഇല്ലാത്ത വീടുകളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി മണ്ണെണ്ണ കരിഞ്ചന്തയിൽ വിറ്റഴിക്കുന്നുവെന്നാണ് ആരോപണം. 99% വൈദ്യുതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്ക് വെച്ചിട്ടാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ വന്നാൽ ഒരു 1000 കാർഡിന് താഴെ മാത്രമേ വൈദ്യുതി ഇല്ലാത്ത വീടുകൾ റാന്നിയിൽ വരാവൂ. അങ്ങനെ ഒരു സാഹചര്യമില്ല. റാന്നിയിൽ തുച്ഛമായ രീതിയിൽ ഏതാണ്ട് ഒരു 500 വീടിന് താഴെ പോലും വൈദ്യുതി ഇല്ലാത്ത വീടുകളില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ രീതിയിലുള്ള സത്യം. ഇത് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ തന്നെ അറിയാം. ഇത് ബഹുമാനപ്പെട്ട MLA പോലും പറഞ്ഞു കഴിഞ്ഞു. ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. അദ്ദേഹം തന്നെ അതിന് പരസ്യമായ ഒരു പ്രസ്താവന തന്നെ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇതെങ്ങനെ ഇങ്ങനെ വീണ്ടും നിലനിൽക്കുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്നാൽ കോട്ടയം ജില്ലയിൽ നിന്ന് ഏറെക്കുറെ സത്യസന്ധമായ കണക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ നിന്നും മണ്ണെണ്ണ കരിഞ്ചന്തയിൽ പോകുന്നതായാണ് ആക്ഷേപം. 7,04,604 കാർഡ് ഉടമകൾ ഉള്ളപ്പോൾ അതിൽ 71,820 കാർഡുകളാണ് എന്നാണ് ഇപ്പം നമുക്ക് കണക്കിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഭരണസിരാ കേന്ദ്രമായ തിരുവനന്തപുരം ജില്ലയിലും അഴിമതി സമ്പൂർണ്ണമായി തന്നെ നടക്കുന്നുണ്ടെന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നുണ്ട്. ഭരണകേന്ദ്രത്തിന്റെ സിരാകേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ 9,18,501 കാർഡ് ഉള്ളപ്പോൾ അതിൽ 88,365 കാർഡുകളും കാർഡുകളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് ഇത് രേഖപ്പെടുത്തി തരുമ്പോൾ ഇതിൻ്റെ വ്യാപ്തിയെ സംബന്ധിച്ച് ഗവൺമെൻറ് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കോടാനുകോടി രൂപയുടെ വെട്ടിപ്പ് ഒരു മാസം കേരള സംസ്ഥാനത്ത് നടമാടുന്നു എന്നുള്ളത് കണ്ടില്ല എന്ന് നടിക്കുന്നത്
ഭരണത്തിലിരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹ്യ മൂല്യബോധത്തിന്റെ സംരക്ഷകരും പ്രചാരകരുമായി മാറാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണമെന്ന് കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. റാന്നി വിശുദ്ധ മറിയം സിംഹാസന പള്ളിയുടെ കല്ലിട്ട പെരുന്നാൾ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രാപ്പോലിത്ത. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക മൂല്യബോധത്തിന്റെ സംരക്ഷകരും പ്രചാരകരുമായി മാറാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണമെന്ന് ജ്ഞാനായ അതിഭദ്രാസനം കല്ലിശ്ശേരി ഭദ്രാസനാധിപൻ കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇത്തരം കർമ്മനിഷ്ഠമായ പ്രവർത്തനം വ്യക്തിത്വ രൂപീകരണത്തിനും കുടുംബൈശ്വര്യത്തിനും മുഖാന്തരമായി തീരുമെന്ന് മെത്രാപ്പൊലീത്ത ഓർമ്മിപ്പിച്ചു. വിശുദ്ധ മർത്തമറിയം റാന്നി യാക്കോബായ സിംഹാസന പള്ളിയുടെ കല്ലിട്ട പെരുന്നാൾ ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത. പൈശാചിക പ്രലോഭനങ്ങൾ പലതരത്തിൽ നമ്മെ അടിമപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അടിമപ്പെടാനുള്ളതായ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഇതൊരു ആനന്ദ സമൃദ്ധിയിൽ തകർത്ത് ആമോദിച്ച് മുന്നോടുന്ന ഒരു സഭയാണ്, ഒരു കൂട്ടമാണെന്ന് ധരിക്കരുത്. ഇത് ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട് ദൈവ ആരാധനകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സ്വർഗത്തോളം ഉയരുന്നതായ ഇന്ന് നാം വായിച്ചു കേട്ട സ്വർഗം തന്റെ കിരീടവും ഭൂമി തന്റെ പാദപീഠവുമാകുന്ന ആ സ്വർഗീയ മഹോന്നതന് പണിതിരിക്കുന്ന ദേവാലയം അവൻ ഉൾക്കൊള്ളുവാൻ മതിയാവുന്നതല്ല. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് മെത്രാപ്പൊലീത്ത കാർമ്മികത്വം വഹിച്ചു. സഹോദരങ്ങളെ, പാപപരിഹാരപ്രദമായ ബലിപീഠത്തിൽ നിങ്ങൾ കൈക്കൊണ്ടിട്ടുള്ള തണ്ണീറുള്ള കഴിയാത്തക്കുള്ള ആഹാരങ്ങളോടുകൂടെ വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ കുടുംബ നവീകരണ ധ്യാന യോഗം കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഉദ്ഘാടനം ചെയ്തു. വികാരി ടി.സി. എബ്രഹാം കോർ എപ്പിസ്കോപ്പ തേക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ക്രിസ്തുദേവി ഗ്രൂപ്പ് കൗൺസിലർ ഗ്രേസ് ജെയിംസ് കുടുംബ നവീകരണ ക്ലാസ് എടുത്തു. ഡോക്ടർ ഫാദർ ബെൻസി മാത്യു, പഴവങ്ങാടി പഞ്ചായത്ത് അംഗം സുരേഷ് ജേക്കബ്, ആലിസിൻ ആറുന്നിൽ, ഷാജി തേക്കാട്ടിൽ, MC തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. 1956 നവംബർ മാസം 4-ാം തീയതി ആണ് ഈ ദേവാലയത്തിന് കല്ലിട്ട് ഉപകാശ ചെയ്തത്. അതിനനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും കൂതശീത്വ പെരുന്നാൾ എന്നാണ് ആ ദിവസത്തിന്റെ പേര്. കൂതശീത്വം നവംബർ മാസം ആദ്യത്തെ ആഴ്ച വരുന്ന ഞായറാഴ്ചയാണ് കൂതശീത്വം. സഭയുടെ ശുദ്ധീകരണം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വളരെ അർത്ഥവത്തായ നിലയിൽ തന്നെ ആ ദിവസം തന്നെ അത് ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യമാണ്. ന്യൂസ് ബ്യൂറോ, റാന്നി. ചെമ്പൻമുടി, ആറന്മുള എന്നിവിടങ്ങളിലെ പാരിസ്ഥിതിക ആഘാത പ്രശ്നങ്ങളെ മുൻനിർത്തി ഓർത്തഡോക്സ് സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം പരിസ്ഥിതി കമ്മീഷൻ കുട്ടികൾക്കായി ചിത്രരചനയും പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. 15ഓളം സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ചിത്രരചനയിൽ പങ്കെടുത്തു. പരിസ്ഥിതി ആഘാത പ്രശ്നം മുൻനിർത്തി മലങ്കര ഓർത്തഡോക്സ് സഭ റാന്നി നിലയ്ക്കൽ ഭദ്രാസന പരിസ്ഥിതി കമ്മീഷൻ കുട്ടികൾക്കായി ചിത്രരചനയും പ്രസംഗ മത്സരവും നടത്തി. വിവിധ പള്ളികളിൽ നിന്നുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. പരിസ്ഥിതി പ്രശ്നങ്ങളും സാമൂഹിക പുരോഗതിയും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പ്രസംഗ മത്സരത്തിൽ 13 മുതൽ 18 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ പങ്കെടുത്തു. വീടും പരിസ്ഥിതിക്കിണങ്ങിയ പരിസരവും എന്ന വിഷയത്തിലായിരുന്നു ചിത്രരചന. 15ഓളം കുട്ടികൾ ചിത്രരചനയിൽ പങ്കെടുത്തു. ചെമ്പൻമുടി, ആറന്മുള വിമാനത്താവളം എന്നീ സമകാലിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പശ്ചാത്തലമാക്കി കുട്ടികൾ ചിത്രരചന നടത്തി. പരിസ്ഥിതി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് ഫാദർ ജേക്കബ് കല്ലിച്ചേത്ത്: ഇപ്പോൾ ആറന്മുള വിമാനത്താവളം ഇന്നൊരു ആഗോള പ്രശ്നമായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതിനെ സംബന്ധിച്ചുള്ള പല ചർച്ചകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കലഞ്ഞൂർ, അതുപോലെ തന്നെ റാന്നിക്ക് സമീപത്തുള്ള ചെമ്പൻമുടി മലയിൽ പാറഖനനവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് സമീപിക്കുക, അതിനോടുള്ളതായ കുട്ടികളുടെ കാഴ്ചപ്പാടും നിഗമനങ്ങളും അത് വെളിച്ചത്ത് കൊണ്ടുവരുവാനായിട്ടും ഇവിടെ വികസനം ആവശ്യമാണ്. പക്ഷെങ്കിൽ പരിസ്ഥിതി തകർത്തുകൊണ്ടുള്ളത് പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കിക്കൊണ്ട്
ഈ സമൂഹത്തിനോട് ഈ പരിസ്ഥിതി ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്റെ ജീവന് ഭീഷണി ഉണ്ടാകാതെ പരിസ്ഥിതിക്ക് ഇണങ്ങിയതായ വികസനങ്ങളും മറ്റുള്ളതായ വളർച്ചകളും നമുക്ക് അനിവാര്യമാണ്. അധ്യാപകരായ ജോൺ മാത്യു, ജോർജ് ജോസഫ്, പ്രീതി ജോസ് എന്നിവരായിരുന്നു പ്രസംഗ മത്സരത്തിലെ വിധികർത്താക്കൾ. റാന്നി സിറ്റഡൽ സീനിയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകൻ പ്രകാശായിരുന്നു ചിത്രരചനാ മത്സരത്തിലെ വിധികർത്താവ്. ഫലപ്രഖ്യാപനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ വിജയികൾക്ക് ഊഷ്മള അനുമോദനം നൽകി. പലപ്പോഴും നമുക്ക് ഈ തരത്തിലുള്ള പ്രചോദനം ലഭിക്കുന്നത് നമ്മുടെ വീടുകളിൽ നിന്ന്. മാതാപിതാക്കളുടെ പ്രേരണയും ഉത്തേജനവും കൂടാതെ ഒരു കുഞ്ഞും ഈ സ്റ്റേജിൽ കയറാൻ ധൈര്യപ്പെടുക. എൻ്റെ ചെറുപ്പകാലത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഞങ്ങളെ വീട്ടിൽ 10 പേരുണ്ട്. എല്ലാ ദിവസവും വൈകിട്ട് 9 മുതൽ 10 മണി വരെ വീട്ടിലെ ഡ്രാമ, കഥാപ്രസംഗം, വില്ലടിച്ചാമ്പാട്ട്, 10 പേരുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഉണ്ട്. ഡാൻസ് വരെയുണ്ട്. ഞങ്ങൾ ആണുങ്ങൾ ഡാൻസ് ആടും, പെണ്ണുങ്ങൾ ഡാൻസ് ആടും. ഇതെന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ വൈദ്യനായി, ഒരു അധ്യാപകൻ കൂടിയായി. അപ്പോഴേ വീട്ടിൽ തന്നെ രാത്രിയിൽ വിളക്കൊക്കെ വെച്ച് ഭിത്തികൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഷാഡോ അനുസരിച്ചുള്ള പല പേരുകൾ, വില്ലടിച്ചാമ്പാടെന്ന് പറഞ്ഞാൽ ഈ സോളാടെ അന്നത്തെ ഇത് വെച്ചിട്ട് വളർച്ചയൊരു കമ്പും വെച്ചിട്ട് അടിച്ചടിച്ചുള്ള പാട്ടുകൾ. ഡോക്ടർ തോമസ് ജേക്കബ് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, റാന്നി. ഒരിടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ്, വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 994777381138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735225197, 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724, 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്.
ശ്രീനാരായണ ധർമ്മസേനയുടെ പ്രവർത്തക യോഗം റാന്നിയിൽ വെച്ച് ചേർന്നു. SNDP യോഗം റാന്നി യൂണിയന്റെ കീഴിലുള്ള ധർമ്മസേനാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണ ധർമ്മസേനയുടെ പ്രവർത്തക യോഗം റാന്നിയിൽ വെച്ച് നടന്നു. SNDP യോഗം റാന്നി യൂണിയന്റെ കീഴിലുള്ള ധർമ്മസേനാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. റാന്നി SNDP യോഗം സാംസ്കാരിക നിലയത്തിൽ വെച്ച് ചേർന്ന പ്രവർത്തക യോഗം യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് K വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. ധർമ്മസേന മുൻ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ധർമ്മസേന എരുമേലി യൂണിയൻ രക്ഷാധികാരി കമലാസനൻ, റാന്നി യൂണിയൻ ഓർഗനൈസർമാരായ R സുരേഷ്, സ്മിതേഷ് മോതിരവയൽ, ശശി കുടമുരുട്ടി, KJ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ധർമ്മസേന വളരുന്നത് ഇഷ്ടമല്ല ആയിരുന്നില്ല. രാഷ്ട്രീയ കരാഹസ്തങ്ങളുടെ കൈപിടുത്തം ഒരു വശത്ത്, മറുവശത്ത് നിങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് നോക്കുവാൻ, കരുത്തോടെ നോക്കുവാൻ കഴിയാതെ പോയ പോരായ്മയും സേനയെ തളർത്തി. എൻ്റെ പഴയ ചുണക്കുട്ടന്മാർ എവിടെയുണ്ട്? എന്നോടൊപ്പം എവിടെയും ഗുരുദേവൻ നമുക്ക് തന്ന കുടുംബ സംഘടനയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഈഴവ അച്ഛന്റെ, ഈഴവ അമ്മയുടെ, ഈഴവൻ എന്ന് പറയാൻ അഭിമാനിക്കുന്ന ശ്രീമാൻ വെള്ളാപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള SNDP യോഗത്തിന്റെ പ്രവർത്തനത്തിന്റെ ശക്തമായ മുന്നേറ്റത്തിൽ 50,000 ചുണക്കുട്ടന്മാർ തയ്യാറായി തെരുവിലിറങ്ങിയതാണ്. അതിന്നില്ല, ഉണ്ടാവണം. പക്ഷെ അവരെങ്ങും പോയിട്ടില്ല. അവരുണ്ട്. ഞാൻ കഴിഞ്ഞു എന്നറിഞ്ഞ നിമിഷം എന്നെ കേരളത്തിന്റെ എല്ലാ യൂണിയനുകളിൽ നിന്നും വിളിക്കുന്നു. അണ്ണൻ വരുന്നെങ്കിൽ ഞങ്ങൾ റെഡി. ന്യൂസ് ബ്യൂറോ റാന്നി. മലങ്കര കാത്തലിക് അസോസിയേഷൻ അൽമായ സംഗമം റാന്നിയിൽ വെച്ച് ചേർന്നു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേർന്ന അൽമായ സംഗമം പ്രൊഫസർ ജേക്കബ് M. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. മലങ്കര കാത്തലിക് അസോസിയേഷൻ അൽമായ സംഗമം റാന്നിയിൽ വെച്ച് ചേർന്നു. റാന്നി സെന്റ് മേരീസ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ചേർന്ന അൽമായ സംഗമം തിരുവനന്തപുരം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ ജേക്കബ് M. എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. റവറന്റ് ഫാദർ ജോസ് മണ്ണൂർ കിഴക്കേതിൽ ആമുഖ പ്രഭാഷണം നടത്തി. റോബിൻ മാത്യു അധ്യക്ഷത വഹിച്ചു. വെരി റവറന്റ് ഫാദർ മാത്യു തടത്തിൽ മുഖ്യ സന്ദേശം നൽകി. MCA അതിരൂപത പ്രസിഡന്റ് ഷാജി തേലപ്പുറത്ത് ക്ലാസ് എടുത്തു. ശോശാമ തോമസ്, മറിയാമ്മ വർഗീസ്, AC കുര്യൻ, PT ചാക്കോ, PC മത്തായി തുടങ്ങിയവർ അൽമായ സംഗമത്തെ അഭിസംബോധന ചെയ്തു. നമ്മുടെ പ്രവർത്തനക്ഷമമായിട്ടുള്ള, പ്രവർത്തന നിരതമായിട്ടുള്ള സഭയുടെ മുന്നോട്ടുള്ള പ്രയാണം കണ്ടുകൊണ്ടാണ്, വളരെ സജീവമാണ് മലങ്കര കത്തോലിക്കാ സഭ എന്ന് പറയുന്നത്. ഈ പ്രയാണത്തെ കണ്ടുകൊണ്ടാണ് മാർപ്പാപ്പ തീരുമാനിച്ചുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രസ്താവന നടത്തുവാനായിട്ട്. ഏത് രംഗം എടുത്തു കഴിഞ്ഞാലും നമ്മുടേതായിട്ടുള്ള വ്യക്തികളെ, പിതാക്കന്മാരെ ഒക്കെയും വളരെ സജീവമായിട്ട് സഭയുടേതായിട്ടുള്ള കെട്ടുപണിയിലെ പങ്കാളികളാകുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ശരിയായിട്ടുള്ള വസ്തുത. ഏതാണ്ട് 41 വർഷക്കാലം മലങ്കര കത്തോലിക്കാ സഭയെ മെത്രാപ്പോളിറ്റൻ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ നയിച്ച ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി, അദ്ദേഹം നമ്മുടെ ഈ അതിരൂപതയുടെ അംഗമാണ്. ന്യൂസ് ബ്യൂറോ റാന്നി. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് റീജിയണൽ കൺവെൻഷൻ നവംബർ 14 മുതൽ 17 വരെ തീയതികളിലായി നടക്കും. ന്യൂ ഇന്ത്യ സഭാ ഹാളിൽ വെച്ച് നടക്കുന്ന കൺവെൻഷനിൽ പാസ്റ്റർ VA തമ്പി, ഡോക്ടർ സജി ഫിലിപ്പ്, പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ ബാബു ചെറിയൻ, പാസ്റ്റർ ബിജു CX, പാസ്റ്റർ രാജേഷ് ഏലപ്പാറ തുടങ്ങിയവർ പ്രസംഗിക്കും. ഒരിടവേള കൂടി. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735251024. മൊബൈൽ 9961553202 9495068656.
കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ്, ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9446057953. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്. മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 96052 96660. കൂടുതൽ വാർത്തകളിലേക്ക്. റാന്നി പഞ്ചായത്ത് തെക്കേപ്പുറം വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം സജീവമായി. LDF, UDF മുന്നണികൾ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. റാന്നി ഗ്രാമപഞ്ചായത്ത് തെക്കേപ്പുറം 12ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് മുന്നണികൾ പ്രചരണത്തിന് അംഗം കുറിച്ച് കളത്തിലിറങ്ങി. LDF, UDF മുന്നണികൾ ഇന്ന് ഒരേ സമയം റാന്നി താന്നിക്കാലായിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. ഇനി കളം കൊഴുക്കും, തീപാറും. മന്ദിരം രവീന്ദ്രനാണ് LDF സ്ഥാനാർത്ഥി. പഞ്ചായത്ത് അംഗത്വം രാജിവെച്ച് പുറത്തുപോയി കോൺഗ്രസിൽ ചേർന്ന തെക്കേപ്പുറം വാസുദേവനാണ് UDF സ്ഥാനാർത്ഥി. വൈകിട്ട് ചേർന്ന LDF കൺവെൻഷൻ രാജു അബ്രഹാം MLA ഉദ്ഘാടനം ചെയ്തു. ആ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കാനുള്ള വലിയ കഴിവിന്റെ ഉടമയായതുകൊണ്ടാണ് KPMS പോലെയുള്ള വലിയൊരു സംഘടനയുടെ ജില്ലാ ഭാരവാഹിയായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത്. ആ വലിയ കഴിവുള്ളത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥി നമ്മുടെ വാർഡിന്റെ തിലകക്കുറിയായി മാറും. MLA എന്ന നിലയിൽ, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ വാർഡ് മെമ്പറുടെ സഹകരണത്തോടുകൂടി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഞങ്ങൾ കാര്യങ്ങൾ എത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും MLA ഫണ്ടും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടും ആ ഫണ്ടുകളൊക്കെ ഏറ്റവും ശാസ്ത്രീയമായി ഈ വാർഡിൽ വിനിയോഗിക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് വാർഡ് മെമ്പറിലൂടെ ഉണ്ടാവേണ്ടത്. ആ സഹകരണം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവണം. MV വിദ്യാധരൻ, S ഹരിദാസ്, PR പ്രസാദ്, അഡ്വക്കേറ്റ് ബേബിച്ചൻ വെച്ചൂച്ചിറ, MJ രാജു, KR ഗോപാലകൃഷ്ണൻ നായർ, പാപ്പച്ചൻ കൊച്ചുമേപ്പുറത്ത്, TN ശിവൻകുട്ടി, TN വാസുദേവൻ നായർ, അഡ്വക്കേറ്റ് ലിറ്റി തോമസ്, ബാബുരാജ്, ലിസി ദിവാൻ തുടങ്ങിയവർ LDF കൺവെൻഷൻ സജീവമാക്കി. പ്രവൃത്തി ചെയ്ത വാസുദേവനോട് ഒരു പകരം വീട്ടാനായിട്ട് ഈ തെക്കേപ്പുറം വാർഡിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഇതൊരു അവസരമായി കണക്കാക്കി ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് പാർലമെന്റ് ഇലക്ഷൻ വരുന്നതിന് മുമ്പ് MLA പറഞ്ഞ പോലെ റാന്നി എല്ലാവരും ഉറ്റുനോക്കുന്ന ഇലക്ഷനാണ് തെക്കേപ്പുറം വാർഡിലെ ഇലക്ഷൻ. ആ വാർഡിലെ ഇലക്ഷന് നമ്മുടെ സ്ഥാനാർത്ഥിയെ വൻ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്തുന്നതിന് എല്ലാവരും സഹകരിക്കണം. മന്ദിരം രവീന്ദ്രന്റെ എല്ലാവിധ ജയത്തിനും കേരള കോൺഗ്രസ് പാർട്ടിയുടെ സഹായവും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.
വൈകിട്ട് 3 മണിക്ക് തന്നെ UDFും കൺവെൻഷൻ വിളിച്ചു ചേർത്തു. DCC പ്രസിഡന്റ് P. മോഹൻ രാജ് UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചൂടുപിടിപ്പിച്ചു. ഞാൻ ഇതിനു മുമ്പ് പരിമലയിലെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടാണ് വരുന്നത്. അവിടെയും ശ്രീ വാസുദേവന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു. ഞാൻ ചെന്നപ്പോൾ അവിടെ 28 പേരുടെ പേരും അഡ്രസ്സും എഴുതിയ ലിസ്റ്റാണ് എൻ്റെ കയ്യിൽ തന്നത്. പരിമലയിലെ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ, CPMന്റെ പ്രവർത്തകന്മാർ, 4-5 കുടുംബത്തിലെ മുഴുവൻ ആളുകളും CPMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഞാൻ മെമ്പർഷിപ്പ് കൊടുത്തു. അവിടെയാണ് ഞാൻ വാസുദേവന്റെ കാര്യം പറഞ്ഞത്. റാന്നിയിലേക്കാണ് ഞാൻ പോകുന്നത്. ജയിച്ച ഒരാൾ അധികാര രാഷ്ട്രീയം വിടാൻ നാടിന് വേണ്ടി മാറി നിൽക്കാൻ തയ്യാറായി. ഇന്നലെയും പന്തളത്ത് പുരമ്പാലയിൽ വെടിവെപ്പുണ്ടായി, രക്തസാക്ഷികളൊക്കെ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചേരിക്കൽ കോളനി ഉൾപ്പെടെയുള്ള പ്രദേശം, അവിടെ ഇന്നലെ ഞാനും ശ്രീമതി ബിന്ദു കൃഷ്ണ ഇവിടെ റാന്നിയിൽ വന്നിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. ബെന്നി പുത്തമ്പറമ്പിൽ, ആലിച്ചൻ ആറന്തിൽ, പ്രദീപ് കുമാർ കിഴക്കേവിള, സൂസൻ അലക്സ്, ഷാജി തേക്കാട്ടിൽ, കാട്ടൂർ അബ്ദുസലാം തുടങ്ങിയവർ UDF കൺവെൻഷനെ അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിച്ചവനാണെങ്കിലും ഐക്യ ജനാധിപത്യത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ഒരു നല്ല പ്രവർത്തകൻ എന്ന നിലയിലും ജനഹൃദയങ്ങളെ പിടിച്ചുപറ്റുവാൻ കഴിവുള്ള ഒരു നല്ല സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും പ്രിയപ്പെട്ട തെക്കേപ്പുറം വാസുദേവൻ ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് ജയിക്കേണ്ടത്. ഇനി കടുത്ത പോരാട്ടമാണ്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും ഇനി റാന്നി തെക്കേപ്പുറത്ത് നിന്നുകത്തും. ന്യൂസ് ബ്യൂറോ, റാന്നി. തിരുവിതാംകൂർ ഹിന്ദുധർമ്മ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി പെരുമ്പുഴയിൽ ആരംഭിക്കുന്ന ശബരിമല തീർത്ഥാടക കേന്ദ്രം നവംബർ 15-ന് ഉദ്ഘാടനം ചെയ്യും. നിയുക്ത ശബരിമല മേൽശാന്തി PN നമ്പൂതിരി തീർത്ഥാടക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വൈദ്യുതീകരിക്കാത്ത വീടുകളുടെ എണ്ണത്തിൽ കൃത്രിമത്വം കാട്ടി ജില്ലയിലെ റേഷൻ കടകളിൽ നിന്ന് മണ്ണെണ്ണ വൻതോതിൽ കരിഞ്ചന്തയിൽ വിൽക്കുന്നതായി ആരോപണം. റാന്നിയിൽ കരിഞ്ചന്ത വ്യാപകം, മലനാട് എക്സ്ക്ലൂസീവ്. സഭകൾ മുന്നോട്ട് വയ്ക്കുന്ന സാമൂഹിക മൂല്യബോധത്തിന്റെ പ്രചാരകരാകാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണമെന്ന് കുര്യാക്കോസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത. ചെമ്പൻമുടി, ആറന്മുള വിമാനത്താവളം എന്നിവ സാമൂഹിക പരിസ്ഥിതിക പ്രശ്നം പശ്ചാത്തലമാക്കി റാന്നിയിൽ ചിത്രരചന നടത്തി. ഓർത്തഡോക്സ് പരിസ്ഥിതി കമ്മീഷൻ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. റാന്നി പഞ്ചായത്തിലെ തെക്കേപ്പുറം വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണം സജീവമാകുന്നു. LDF, UDF മുന്നണികൾ കൺവെൻഷനുകൾ വിളിച്ചു ചേർത്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.